ഇതാണ് കേട്ടോ നമ്മുടെ തൃശ്ശൂർക്കാരുടെ വൃന്ദാവനം. അധികം ആർക്കും അറിയാത്തൊരു അതിമനോഹരമായ സ്ഥലമാണിത്, നമ്മുടെ വൃന്ദാവനം. രാധാറാണിയുടെ ജനനത്തെ പറ്റിയുള്ള ഒരു കഥയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഒരിക്കൽ യമുനയിൽ സ്നാനത്തിനായി പോയ വൃഷഭാനു സ്വർണ്ണ നിറത്തിൽ ചുറ്റും പ്രകാശം പരത്തുന്ന ഒരു താമരപുഷ്പം കാണാനിടയായി. അദ്ദേഹം നീന്തി നീന്തി അതിനടുത്തെത്തി. അവിടെ എത്തിയപ്പോൾ ആ താമരയിതളിനുള്ളിൽ 1000 സൂര്യന്മാർ ഒരുമിച്ചെത്തിയതുപോലെയുള്ള ഒരു പ്രകാശവും അതിനൊപ്പം അതീവ സുന്ദരിയും തേജസ്വിയുമായ ഒരു പെൺകുഞ്ഞിനെ കാണാനിടയായി. അദ്ദേഹവും ഭാര്യയും ആ സുന്ദരിക്കുട്ടിയെ സ്വന്തം മകളായി വളർത്തി. രാധയെയാണ്, നമ്മുടെ രാധാറാണിയെയാണ് ആ താമരപ്പൂവിനുള്ളിൽ നിന്നും വൃഷഭാനുവിനും കീർത്തിക്കും ലഭിച്ചത്. രാധയ്ക്ക് നമ്മുടെ കണ്ണനേക്കാളും 12 മാസം പ്രായം കൂടുതലേ ഉള്ളൂ. ശ്രീകൃഷ്ണൻ്റെ ദിവ്യ പ്രണയിനി ആയതിനാൽ അദ്ദേഹത്തിൻ്റെ മുഖം ദർശിക്കുന്നത് വരെ രാധ കണ്ണു തുറന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വൃഷഭാനുവിനും ഭാര്യ കീർത്തിക്കും രാധ അന്ധയാണെന്ന് കരുതി ഏറെ വിഷമിച്ചിരുന്നു. ആ സമയത്താണ് യശോദയ്ക്ക് ഒരു ആൺകുട്ടി ഉണ്ടായി എന്ന വാർത്ത ഒരു ദൂതൻ വഴി വൃഷഭാനു അറിഞ്ഞത്. അപ്പം നമ്മുടെ വൃഷഭാനുരാജൻ എന്ത് ചെയ്തു? നമ്മുടെ വൃഷഭാനു നമ്മുടെ കൂട്ടുകാരനായ നന്ദൻ്റെ ഗൃഹത്തിലേക്ക് പോയി. അപ്പോൾ പോകുമ്പോൾ നമ്മുടെ രാധാറാണിയെയും കൂടെ കൂട്ടി. അന്നുവരെ കണ്ണ് തുറക്കാതിരുന്ന രാധ കണ്ണൻ്റെ ഗൃഹത്തിൽ കണ്ണനോടൊപ്പം കിടന്നപ്പോൾ ആദ്യമായി കണ്ണു തുറന്നു. അവൾ ആദ്യം കണ്ണു തുറന്നത് ശിശുവായ കണ്ണനെ കാണാനാണെന്നാണ് പറയുന്നത്. ഇത് തൃശ്ശൂർ എവിടെയാവുന്നാവും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക. നമ്മുടെ പൂന്ന സെൻറ്ററിലേക്ക് പോവുക. പൂന്ന സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റ് നേരെ കൈപ്പറമ്പ് പോവുക. വെറും 14 കിലോമീറ്റർ ഉള്ള ഈ നമ്മുടെ വൃന്ദാവനത്തിലേക്ക്, നമ്മുടെ തൃശ്ശൂർക്കാട് വൃന്ദാവനം. കാണാത്തവരെ കോടി ഇങ്ങോട്ട് വായോ. ഒരു രാത്രി വൃന്ദാവനത്തിലെ ഗോപികമാർ കൃഷ്ണൻ്റെ പുല്ലാങ്കുഴൽ ശബ്ദം കേട്ട് അവരുടെ വീടുകളിൽ നിന്നും പുറത്തിറങ്ങുകയും രാത്രി മുഴുവൻ കൃഷ്ണനോടൊപ്പം നൃത്തം ചെയ്യുകയും ചെയ്തു എന്ന ഒരു പുരാണ കഥയാണ് രാസലീല. വിനോദങ്ങളിൽ ഏറ്റവും ആകർഷകമായ ഒന്നാണ് രാസലീല. നമുക്കിതൊക്കെ വിശ്വസിക്കാൻ പ്രയാസം തോന്നുമെങ്കിലും ഇവിടെയുള്ളവരുടെ വിശ്വാസമനുസരിച്ച് രാത്രികാലങ്ങളിൽ കൃഷ്ണൻ ഇവിടെ രാസലീല നടത്തുവാൻ വൃന്ദാവനത്തിലെ നിധിവൻ എന്ന സ്ഥലത്താണ് എത്തുന്നത്. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രാധയോടും മറ്റു ഗോപികമാരോടുമൊപ്പം പുലരുവോളം നൃത്തം ചെയ്യും. ആഹ്ലാദിച്ചുമൊക്കെ പുലർച്ചെയാകുമ്പോഴേക്കും ശ്രീകൃഷ്ണൻ മടങ്ങുമത്രേ. കൃഷ്ണൻ രാസലീലയ്ക്ക് എത്തുന്നുണ്ട് എന്ന് പല തെളിവുകളുമുണ്ട്. അതിലൊന്നാണ് ഇവിടുത്തെ രംഗമഹാലയ എന്നും ഒരു